ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സമൂസയ്ക്ക് തയ്യാറാക്കി മടുത്തോ? എന്നാൽ പിന്നെ സമൂസൻ്റെ ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു റെസിപ്പി തയ്യാറാക്കിയാലോ? അത്തരൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമുക്കതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പോട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് 2 സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം സവാള ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത്. ഇതെല്ലാതും കൂടെ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും കൂടെ നന്നായി മിക്സായി കിട്ടുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ സ്റ്റോക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. 4-5 കഷ്ണം ചിക്കനാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചിക്കൻ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ചിക്കനും മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഒരു പിടി മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് റെഡിയാക്കാൻ ആവശ്യമായതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ സമൂസ ഷീറ്റാണ്, നമ്മുടെ ഫില്ലിങ്സ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഉണ്ട്. ഇനി മൈദപ്പൊടി വെച്ചിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ മൈദപ്പൊടി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. സമൂസൻ്റെ ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നടു കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ടാണ് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഫുൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഫില്ലിങ്സ് ഒരു ചെറുതായിട്ട് ഉരുളാക്കിയിട്ട് ഈ ഷീറ്റിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത മൈദപ്പൊടി അതിൻ്റെ സൈഡിലായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇത് മടക്കി കൊടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ സൈഡിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദപ്പൊടി ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സമൂസയുടെ ഷീറ്റിനകത്ത് ടൈറ്റായിട്ട് തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡും നമുക്ക് ടൈറ്റായിട്ട് തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആദ്യം ഒന്ന് മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം വേണം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാൻ. ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 തവണയായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ തവണ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ. രണ്ടാമത്തെ തവണ ബാറ്ററിൽ വീണ്ടും ഡിപ്പ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ രണ്ട് സൈഡും 2 തവണ ആയിട്ട് തന്നെ മൈദപ്പൊടിയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള റോളും കൂടെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ റോളും നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ സമൂസയുടെ ഷീറ്റ് വെച്ച് തയ്യാറാക്കിയെടുത്ത റെസിപ്പി ഇത് ആദ്യത്തെ ട്രിപ്പ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സമൂസയൊക്കെ തിന്നുമെടുത്ത കുട്ടികൾക്ക് സമൂസയുടെ ഷീറ്റ് വെച്ച് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിങ്ങും ചെയ്യാം. അപ്പോൾ സോസിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.